പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന കാഴ്ച ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഗാസയിലെ ഇസ്രായേൽ കടന്നുകയറ്റം അതായിരിക്കാം ഇതിന്റെ ഒരു കാറ്റലിസ്റ്റ്. പക്ഷേ എക്കാലത്തും ഇസ്രായേലിനെ ശക്തമായി എതിരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം രാജ്യം ഇറാനാണ്. ഓർക്കുക, ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തിയില്ല എന്നോർക്കുക. മിനിമം 1500 മുതൽ 2000 വരെ കിലോമീറ്റർ ദൂരമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിൽ. പക്ഷേ ഇറാൻ ഒരു നോൺ അറബ് രാജ്യം കൂടിയാണ്. ഇസ്രായേലിനോടൊപ്പം ചുറ്റുപാട് നിൽക്കുന്ന അറബ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുമായി ഇറാന്റെ ബന്ധം പലപ്പോഴും വളരെ മോശമാണ്, പ്രത്യേകിച്ചും സൗദി അറേബ്യ. അപ്പൊ ഒരു വശത്ത് അറബ് രാജ്യങ്ങൾ, സുന്നി അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് ചുറ്റും ഒരു വലയം തീർക്കുകയും, മറുവശത്ത് ഇറാൻ തങ്ങളാണ് ഇസ്രായേലിനെ ഏറ്റവും അധികം ശക്തമായി എതിർക്കുന്നത് എന്ന വാദത്തോടു കൂടി മറുവശത്ത് നിൽക്കുന്ന ഒരു സെറ്റിങ്ങിലാണ് ഈ സംഘർഷം സംഭവിച്ചിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇറാൻ നേരിട്ടല്ല പലപ്പോഴും ഇസ്രായേലിനെയോ അമേരിക്കയോ ഒക്കെ എതിർക്കുന്നത്. ഇസ്രായേൽ താല്പര്യങ്ങളും അമേരിക്കൻ താല്പര്യങ്ങളും എവിടെയെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ, അത് കടൽ മേഖലയിലാകാം, കരയിലാകാം, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാകാം, അവിടെയെല്ലാം ഇറാന്റെ സാന്നിധ്യം ചെറിയ മിലിഷ്യകളിലൂടെയുണ്ട്. സിറിയയിലും ഇറാഖിലും ഷിയ മിലിഷ്യകൾ സജീവമാണ്. ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന, ഫണ്ട് ചെയ്യുന്ന ഷിയ മിലിഷ്യകൾ വളരെ സജീവമാണ്. അവര് ഏതെല്ലാം കേന്ദ്രങ്ങളിലാണോ അമേരിക്കൻ ബേസ് ഉള്ളത്, സൈനിക സാന്നിധ്യമുള്ളത്, ഇസ്രായേലിന് താല്പര്യമുള്ള സ്ഥലങ്ങളുള്ളത്, അവയെല്ലാം ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അതേസമയം ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഹൂത്തികൾ യമനിലെ ചില പ്രദേശങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ബാബൽ മന്ദേബ് എന്ന് പറയുന്ന കടലിടുക്ക്. ആ കടലിടുക്കിലൂടെയാണല്ലോ റെഡ് സീയിലേക്ക്, ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശന ദ്വാരം നിയന്ത്രിക്കുന്നത് പലപ്പോഴും ഹൂത്തികളാണ്. അതായത് ഗൾഫ് ഓഫ് ഈഡൻ പ്രദേശത്തെ അതിശക്തമായ സാന്നിധ്യമാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ. അപ്പൊ അതിലേ വരുന്ന കപ്പലുകൾ, ആ കപ്പലുകൾ ചെങ്കടലിൽ കയറി വേണം സൂയസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടന്നു വരാൻ. ആ കടലിടുക്ക് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഹൂതികൾ പലപ്പോഴും ഇസ്രയേലിന്റെ ചരക്ക് കപ്പലെ ആകട്ടെ, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, അമേരിക്കൻ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നതും ഒക്കെ പതിവാണ്. ഇതെല്ലാം ഇവരുടെ ആവശ്യം ഇതാണ്: ഇസ്രയേലിന്റെ അധിനിവേശം ഒഴിവാക്കുക, ഇസ്രയേലിയ കടന്നുകയറ്റങ്ങൾ അറബ് മേഖലയിലേക്ക്, പലസ്തീൻ മേഖലയിലേക്ക്, പ്രത്യേകിച്ചും ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ആ ഒരു വലിയ കൂട്ടക്കുരുതി അത് അവസാനിപ്പിക്കുക, എത്രയും പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കുക, സ്വതന്ത്ര പാലസ്തീൻ അനുവദിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണമാണ് ഹൂത്തികളിലൂടെ ഇറാൻ നടത്തുന്നത്. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ വടക്കുള്ള ലെബനന് തെക്ക് ഭാഗത്തുള്ള പ്രദേശങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയായ, മിലിറ്റന്റ് വിങ് കൂടിയായ ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഫണ്ട് ചെയ്യുന്നതും ഇറാനാണ്. ഇങ്ങനെ ഇറാൻ ഒരു വലിയ കൊയലീഷനെ നയിക്കുകയാണ്. ഒരു അറബികൾക്ക് കഴിയാതെ പോകുന്നത്, ഇസ്രായേലിനെ എതിർക്കേണ്ട സ്വാഭാവിക അയൽക്കാരായ അറബികൾക്ക് കഴിയാതെ പോകുന്നത് നോൺ അറബ് രാജ്യമായ പഴയ പേർഷ്യയായ ഇറാനാണ് ചെയ്യുന്നത്. അത് ഒരു വലിയ സിമ്പൽ കൂടിയാണ്. ഇനി നമ്മുടെ യുദ്ധത്തിലേക്ക് വരുമോ എന്ന കാര്യം കൂടി നോക്കാം. യുദ്ധ സാഹചര്യമുണ്ടോ? ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രകോപനമുണ്ടായി. ഏപ്രിൽ മാസം 1-ാം തീയതി ഇറാനിയൻ കോൺസുലേറ്റ് ഇൻ ഡമാസ്കസ്, സിറിയൻ തലസ്ഥാനമായ ഡമസ്കോസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. 7 ജീവനാണ് അവിടെ പൊലിഞ്ഞത്. അതിൽ 2 ജനറൽമാർ ഉൾപ്പെടുന്നു, ഇറാനിയൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്നു. സ്വാഭാവികമായി ഒരു രാജ്യത്തിന്റെ എംബസി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന സ്വന്തം രാജ്യത്തിന്റെ എംബസി ആക്രമിക്കപ്പെട്ടാൽ സ്വന്തം രാജ്യം ആക്രമിക്കപ്പെട്ടതാണ് എന്നതാണ് അന്താരാഷ്ട്ര നിഗമനം. അങ്ങനെയാണ് ഇന്റർനാഷണൽ പ്രോട്ടോകോൾ. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് അത് തിരിച്ചടിക്കാൻ, ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ ആ രാജ്യത്തെ തിരിച്ചടിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടനയായ UN ചാർട്ടർ അനുവാദം നൽകുന്നു. ആ ഒരു അനുവാദം, അല്ലെങ്കിൽ ആ ഒരു ധാരണ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ അതിനുള്ള പ്രത്യാക്രമണം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന് നേരെ
മിസൈൽ, റോക്കറ്റ്, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. 300-ലധികം ഏറിയൽ ഓബ്ജക്ട്സ് ആണ് ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടത്. പക്ഷേ അതിൽ പരിമിതമായ എണ്ണം റോക്കറ്റുകൾ മാത്രമേ, അല്ലെങ്കിൽ മിസൈലുകൾ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചുള്ളൂ. അതിൽ തന്നെ ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ കാഷ്വാലിറ്റി. അതിന്റെ അർത്ഥം ഇസ്രയേലിന്റെ അയൺ ഡോം, ഏറിയൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അയൺ ഡോം എന്ന് പറയുന്നത് ഇസ്രയേൽ വളരെ കെയർഫുള്ളായി വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിലൂടെ ഡെവലപ്പ് ചെയ്ത ഒരു ഏറിയൽ സർവൈലൻസ് സിസ്റ്റം, ഏറിയൽ ഡിഫൻസ് സിസ്റ്റം. കടന്നു വരുന്നത് ഇസ്രയേൽ എന്ന ചെറിയ ഭൂപ്രദേശത്തേക്ക് പല ഭാഗത്തു നിന്നും കടന്നു വരാൻ സാധ്യതയുള്ള മിസൈലുകളും റോക്കറ്റുകളും ആകാശമധ്യത്ത് തന്നെ വെച്ച് നിർവീര്യമാക്കി തങ്ങളെ സുരക്ഷിതരായി, ഇസ്രായേലി പൗരന്മാരെ സുരക്ഷിതമാക്കുന്ന അയൺ ഡോം വർക്ക് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപ് ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ ഈ അയൺ ഡോം കാര്യമായ വർക്ക് ചെയ്തില്ല എന്ന ഒരു പഴി ഇസ്രായേൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇറാനിൽ നിന്നും ഇങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അയൺ ഡോം ഭംഗിയായി വർക്ക് ചെയ്തു. കാഷ്വാലിറ്റി പരിമിതമാണ്. പക്ഷെ ഇറാൻ അവിടെ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്തു. എന്താണ്? ഞങ്ങളാണ് ആദ്യം 73-ൽ നടന്ന അറബി ഇസ്രായേലി അവസാന യുദ്ധം. പല യുദ്ധങ്ങൾ നടന്നല്ലോ, 48-ലും 56-ലും 67-ലും 73-ലും ഒക്കെയുള്ള നടന്ന യുദ്ധങ്ങളിലെല്ലാം ഏതാണ്ട് എല്ലാ യുദ്ധങ്ങളിലും വിജയം ഇസ്രായേലിനായിരുന്നു. അറബികളുടെ സംയുക്ത സൈന്യത്തെ പരാജയപ്പെടുത്തി ഇസ്രായേൽ എക്കാലത്തും ജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഇസ്രായേലിനെ ഒരിക്കലെങ്കിലും സ്വന്തം മണ്ണിൽ കടന്നു കയറി ആക്രമിക്കാൻ ധൈര്യം കാട്ടിയ ഏക ഇസ്ലാമിക രാജ്യം, അത് അറബ് രാജ്യമല്ല, പക്ഷേ ഇസ്ലാമിക രാജ്യമാണ്, അത് ഇറാനാണ്. അപ്പൊ അറബ് ലോകത്തിന്റെ മുമ്പിലും നോൺ അറബ് ഇസ്ലാമിക ലോകത്തിന്റെ മുമ്പിലും തലയുയർത്തി നിൽക്കാൻ ഇസ്രായേലിന് ഇതാ ഞങ്ങൾ മറുപടി കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ ഇറാന് ലഭിച്ച സുവർണ അവസരമാണിത്. അതുകൊണ്ട് അത് ഭംഗിയായി ഇറാൻ ഉപയോഗപ്പെടുത്തി. മാത്രമല്ല ഒരു മുൻകൂർ ജാമ്യം കൂടെ എടുത്തു. ഞങ്ങളുടെ കലി അടങ്ങിയിരിക്കുന്നു, ഞങ്ങൾ ഇതാ മതിയാക്കിയിരിക്കുന്നു, ഇതാ യുദ്ധം ഔപചാരികമായി ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ തിരിച്ചടിച്ചില്ല എങ്കിൽ ഞങ്ങൾ വളരെ ശാന്തമായി പിൻവാങ്ങുന്നു എന്ന ഉറപ്പാണ്. ഇനി കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിലേക്ക് വരാം. കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കാം. സംഭവം ഇസ്രായേലാണ്, രാജ്യം ഇസ്രായേലാണ്, തൊട്ടിരിക്കുന്നത് പാമ്പിനെയാണ്, മൂർഖൻ പാമ്പിനെയാണ്. എങ്ങനെയും തിരിച്ചടിക്കാൻ ഒരു സമയവും നേരവും നോക്കി വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും തിരിച്ചടിക്കാൻ കപ്പാസിറ്റിയുള്ള, ചരിത്രപരമായി തെളിയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ലോകത്തെ ഏറ്റവും ശക്തമായ ചാരസംഘടനയുള്ള മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയുള്ള നല്ല ഒന്നാന്തരം വെൽ എക്വിപ്ഡ് ഡിഫൻസ് ഫോഴ്സ്, IDF, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എന്നുള്ള ആ രാജ്യം അതിൻ്റെതായ സമയക്രമം തീരുമാനിച്ച് എപ്പോഴാണ് ഉചിതം ആ സമയത്ത് മറുപടി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷെ ഇപ്പോൾ അതില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ യുദ്ധമുണ്ടാകാൻ സാധ്യത തുലവും പരിമിതമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ പിന്നിലെ ബലം, കവചം, അത് മറ്റാരുമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. അമേരിക്ക എന്ന വലിയേട്ടന്റെ മിടുക്കിലാണ് ഇസ്രായേൽ എക്കാലത്തും അറബ് രാജ്യങ്ങളെ കിടുകിട വിറപ്പിച്ച് നിർത്തിയിരുന്നത്. പക്ഷേ ആ വലിയേട്ടൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ അറബി ലോകവുമായി സൗഹൃദത്തിലാണ്, ഞങ്ങളുടെ മിലിറ്ററി ബേസുകളുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്. ദോഹയിലുണ്ട്, ഖത്തറിന് തലസ്ഥാനമായ ദോഹയിൽ വലിയ തോതിൽ അമേരിക്കൻ സാന്നിധ്യമുണ്ട്, സൈനിക സാന്നിധ്യമുണ്ട്. ഒരു ഏറിയൽ ഡിവിഷൻ ഉണ്ട്, അല്ലെങ്കിൽ വ്യോമ താവളങ്ങളുണ്ട്. ബഹ്റൈനിൽ ഒരു നാവിക താവളമുണ്ട്. അതുപോലെ പല രാജ്യങ്ങളും, UAE ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട്. അത് ആ സന്തുലിതാവസ്ഥ, പ്രദേശത്തിന്റെ സന്തുലിത അവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ്. ആ ഒരു സൈനിക സാന്നിധ്യം ഉപയോഗിച്ച് ഇറാനെ നേരിടും എന്ന് നിങ്ങൾ കരുതരുത്. ദയവായി ഇസ്രായേൽ പ്രധാനമന്ത്രി മിസ്റ്റർ നെതന്യാഹു, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ യുദ്ധം എക്കാലത്തും ഞങ്ങളുടെയും കൂടെ യുദ്ധമായിരുന്നു. പക്ഷേ നിങ്ങൾ ഇറാനെ ചൊറിയാൻ പോയി യുദ്ധം വലിച്ചു വാങ്ങി വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചടിച്ചോളാം എന്ന് പറഞ്ഞാൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി എന്നുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ വിരട്ട്, അല്ലെങ്കിൽ സ്നേഹപൂർവമായ ഒരു തല്ലും തലോടലും ആ ദേശീയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഈ യുദ്ധം നെതന്യാഹുവിന്റെ ആവശ്യമാണ്. ഒരു പക്ഷേ ഇസ്രയേലിൽ ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ്, ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ്, ആ നിലനിൽപ്പ് ഉറപ്പാകണമെങ്കിൽ
യുദ്ധം തുടരണം, സംഘർഷം തുടരണം, അതിൽ ജയിച്ചു എന്ന് കാണിക്കാൻ ഇസ്രായേൽ ജനതയുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് കാണിക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിയണം. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗാസയെ പൂർണ്ണമായി നശിപ്പിച്ചതല്ലാതെ ഹമാസിനെ പൂർണ്ണമായി തുരത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെടാനാവില്ല. ഒറ്റപ്പെട്ട ഒരു തുരുത്തായ റഫ തുരുത്ത് ഇപ്പോഴും നിൽക്കുന്നു. അവർ റെസിസ്റ്റ് ചെയ്യുന്നു എന്നതല്ല, റഫയിലെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഏതാണ്ട് 14 ലക്ഷത്തിലധികം വരുന്ന സാധാരണക്കാരുടെ ഇടയിലേക്ക് അവിടേക്കാണ് വന്നിരിക്കുന്നത്. 23 ലക്ഷം വരുന്ന പലസ്തീൻ ജനസംഖ്യ, ഗസയിലെ ജനസംഖ്യയുടെ പകുതിയോളം ഇപ്പോൾ അതിർത്തി പട്ടണമായ റഫയിലാണ്. ആ റഫ കൂടെ കീഴടക്കിയെങ്കിൽ മാത്രമേ അവശേഷിക്കുന്ന ഹമാസിന്റെ ബറ്റാലിയനുകളെ കീഴടക്കാനാവൂ. അത് സാധിക്കുന്നത് വരെ ഇസ്രായേലിന് യുദ്ധം ജയിച്ചു എന്ന് പറയാനാവില്ലല്ലോ. അപ്പോൾ ഇത് പ്രോഗ്രസ് കാർഡിൽ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ഇറാനെ ആക്രമിച്ചു എന്ന് ലോകത്തോടായി വിളിച്ചു പറയേണ്ടതുണ്ട്. അത് വിളിച്ചു പറയാൻ ഇപ്പോൾ സാധിക്കണമെങ്കിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ആവശ്യമാണ്. ഇറാൻ ഒരു ചെറിയ രാജ്യമല്ല, ഇസ്രായേലിന്റെ 8 ഇരട്ടിയെങ്കിലും വലിപ്പമുള്ള രാജ്യമാണ്. ജനസംഖ്യ വളരെയധികമുള്ള രാജ്യമാണ്. സൈനിക കണക്കിൽ ഈ ആൾബലത്തിൽ ഇസ്രായേലിനേക്കാൾ ഒരു 6 or 7 ഇരട്ടി കൂടുതലാണ് ഇറാൻ. ഒരുപക്ഷെ സൈനിക വാഹനങ്ങളുടെയും കരസേനയുടെയും എല്ലാം കാര്യത്തിൽ ആകപ്പാടെ ഇസ്രായേലിന് മേധാവിത്വമുള്ളത് വ്യോമസേനയുടെയും അത്യന്താധുനികമായ ചില ആയുധങ്ങളുടെയും കപ്പാസിറ്റി മാത്രമാണ്. ഏറ്റവും വലിയ മേന്മ ഇതൊന്നുമല്ല, ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ സംവിധാനവും ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകളുമാണ്. നെയ്റ്റോ, അമേരിക്ക മുതലായ കൂട്ടുകെട്ടുകളുമാണ്. ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ, അമേരിക്കൻ നാവിക താവളങ്ങളും വ്യോമതാവളങ്ങളും ഉപയോഗിക്കാതെ ഇറാനെതിരെ തിരിച്ചടി നൽകാനുള്ള ശക്തി ഇസ്രായേലിനുണ്ട് എന്ന് കരുതാനാവില്ല. ആകെ സംഭവിക്കാൻ സാധ്യതയുള്ളത് മുൻകാലങ്ങളിൽ സംഭവിച്ചതിന് സമാന്തരമായ ഒരു കാര്യം സംഭവിക്കാം. ഇറാന്റെ ആണവ പദ്ധതി ഒരിക്കൽ ഇസ്രായേലിനെ നശിപ്പിച്ച് 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നശിപ്പിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഇറാൻ ആണവ പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇറാന്റെ ഒസിറിസ് ആണവ പ്ലാന്റ് പണ്ട് നശിപ്പിച്ചതിന് സമാനമായ രീതിയിൽ ഇറാന്റെ ആണവ സംവിധാനങ്ങളെ ലക്ഷ്യമാക്കി ഒരുപക്ഷെ മിസൈലുകൾ പായാം, അല്ല എങ്കിൽ വ്യോമ ആക്രമണങ്ങൾ ഉണ്ടാകാം. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ആണവ ആയുധങ്ങളുടെ കൂമ്പാരം അല്ലെങ്കിൽ ആണവ സാങ്കേതിക വിദ്യയുടെ പ്രഭവ കേന്ദ്രങ്ങൾ നോക്കിക്കൂടിയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. അതൊന്നും ലക്ഷ്യത്തിലെത്തിയില്ല എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം അല്ലാതെ ഓൾ ഔട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ, ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ ഉണ്ടായാൽ അത് സർവനാശമായിരിക്കും. മറ്റ് രാജ്യങ്ങൾ ഇടപെടാൻ നിർബന്ധിതരാകും. ഇറാനുമായി ചങ്ങാത്തമുള്ള ചൈന, ഇറാനുമായി ചങ്ങാത്തമുള്ള റഷ്യ, ഇറാനുമായി ചങ്ങാത്തമുള്ള മറ്റ് ചില രാജ്യങ്ങൾ, സിറിയ പോലെ, ഇറാഖ് പോലെയുള്ള രാജ്യങ്ങൾ, അതൊക്കെ ഷിയാക്കൾക്ക് നിർണായക സ്വാധീനമുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ രംഗത്ത് വരാൻ നിർബന്ധിതരാകുകയും ഒരു റീജിയണൽ ലെവലിൽ നിന്നും ഒരു അന്തർദേശീയ നിലയിലേക്ക് ആ സംഘർഷം വ്യാപിക്കുകയും ചെയ്യുന്നത് മാനവരാശിക്ക് നല്ലതല്ല. അതുകൊണ്ട് വിവേകം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും വേണ്ട വിവേകം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.